ആണവായുധങ്ങൾ ഉപേക്ഷിച്ചില്ലെങ്കിൽ ഇറാനെ ബാക്കി വെച്ചേക്കില്ലെന്ന മുന്നറിയിപ്പുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാന്റെ പരമോന്നത നേതാവ് മുജ്തബ ഖമനേയി. അതിനിടെ പശ്ചിമേഷ്യയിൽ കരയുദ്ധ ഭീതി തുടരുന്നതിനിടെ ബ്രെന്റ് ക്രൂഡ് ഓയിൽ വില ബാരലിന് $116 മുകളിലെത്തി. ഇറാനിൽ സൂക്ഷിച്ചിരിക്കുന്ന യുറേനിയം ശേഖരം പിടിച്ചെടുക്കുന്നതിനായി സങ്കീർണമായ സൈനിക നീക്കത്തിന് അമേരിക്ക പദ്ധതിയിടുന്നുവെന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് ആണവായുധങ്ങൾ ഉപേക്ഷിച്ചില്ലെങ്കിൽ ഇറാനെ ബാക്കി വെച്ചേക്കില്ലെന്ന മുന്നറിയിപ്പുമായി ട്രംപ് രംഗത്തെത്തിയത്. ഇറാൻ നേതാക്കൾ അവരുടെ ആണവാഭിലാഷങ്ങൾ ഉപേക്ഷിക്കണമെന്നും ഇറാൻ പൂർണ്ണമായി നശിച്ചു കഴിഞ്ഞുവെന്നും ട്രംപ് അറിയിച്ചു. ഹോർമുസ് കടലിടുക്കിൽ ടോൾ പിരിക്കാനുള്ള ഇറാന്റെ നീക്കം അവസാനിപ്പിക്കും. ഇറാന്റെ പ്രധാന എണ്ണ കയറ്റുമതി കേന്ദ്രമായ ഖാർഗ് ഐലൻഡിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുമെന്നും ട്രംപ് വെല്ലുവിളി മുഴക്കി. അതിനിടെ പരമോന്നത നേതാവ് മുജ്തബ കൊല്ലപ്പെട്ടിരിക്കാമെന്ന് ട്രംപ് ആവർത്തിച്ചു. ഇറാനിൽ ഭരണമാറ്റം സംഭവിച്ചു കഴിഞ്ഞു. ഇറാനുമായി കരാർ ഉടൻ തന്നെ ഉണ്ടാകുമെന്നും ട്രംപ് പറഞ്ഞു. അതേസമയം ഇറാഖിലെ ജനങ്ങൾക്ക് നന്ദി അറിയിക്കുന്നുവെന്ന മുജ്തബ ഖമനേയിയുടെ എഴുതി തയ്യാറാക്കിയ സന്ദേശം ഇറാൻ പുറത്തുവിട്ടു. കരയുദ്ധഭീതി തുടരുന്നതിനിടെ ബ്രന്റ് ക്രൂഡ് ഓയിൽ വില ബാരലിന് $116 മുകളിലെത്തി. ഒരു മാസം മുമ്പ് $70 ക്രൂഡ് ഓയിൽ വില. ഇറാനിലും ഇറാഖിലും ശക്തമായ ആക്രമണമാണ് ഇന്ന് നടന്നത്. ടെഹ്റാനിൽ വൻ സ്ഫോടനം നടന്നതായി സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ട് ചെയ്തു. ഇറാഖിലെ ബാഗ്ദാദിൽ US കേന്ദ്രത്തിന് നേരെയും ആക്രമണം നടന്നു. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ചർച്ചകൾക്ക് ആതിഥേയത്വം വഹിക്കാൻ തയ്യാറാണെന്നാണ് പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഇന്ന് പ്രഖ്യാപിച്ചത്. ഇന്റർനാഷണൽ ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.